മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 5 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കാൻ സൂക്ഷിക്കണം. സാത്താന് അവസരം കൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, ശക്തമായ വചനമാണ് ഈശോനാഥൻ പൗലോസ്ലീഹായിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ സഹോദരങ്ങളോട് സത്യം പ്രവർത്തിക്കണം, വ്യാജം വെടിയണമെന്ന്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും പലപ്പോഴും വ്യാജം പറഞ്ഞ് സത്യത്തെ തമസ്കരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. സത്യം പറയില്ല ചിലർ. എപ്പോഴും വ്യാജമായിട്ടുള്ള വാക്കുകളും പ്രവർത്തികളും ആ പലരിൽ നിന്നും. സത്യം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തില് എത്രമാത്രം സത്യം പറഞ്ഞുകൊണ്ട് സത്യം ജീവിക്കാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്? വ്യാജം പറഞ്ഞുകൊണ്ടുള്ള ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം. അതുപോലെ തന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള കോപം ഉണ്ടാവരുത്. കോപിച്ചാൽ പോലും അത് പാപത്തിന് കാരണമാകരുത്, നീണ്ടു നിൽക്കരുത് എന്ന് പറയുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ കോപിക്കുന്നത്, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നത്, അത് വെറുപ്പിലേക്ക് നയിക്കുന്ന അവസ്ഥയുണ്ടാവുകയാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാതെ വെറുപ്പും വിദ്വേഷവും പകയും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവുകയാണ്. അത് പാടില്ല എന്ന് ഈശോനാഥൻ പറയാം. വ്യാജം പറഞ്ഞുകൊണ്ടുള്ള ജീവിതവും മറ്റുള്ളവരുടെ വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടുള്ള ജീവിതവും സാത്താന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുന്നതാണ് എന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തിന്മയിൽ ജീവിച്ചു കഴിഞ്ഞാൽ, അസത്യത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ, വ്യാജത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ, വെറുപ്പിലും വിദ്വേഷത്തിലും ജീവിച്ചു കഴിഞ്ഞാൽ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥാനം കൊടുക്കുക. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ എന്താ ഉയർച്ചയില്ലാത്തത്, വളരാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥാനം കൊടുക്കുന്നത് കൊണ്ടല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യവും സ്നേഹവും നീതിയും വിശുദ്ധിയും നന്മയും കൈമുതലായി സൂക്ഷിക്കാം. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. തിന്മ പ്രവർത്തിച്ച പിശാച് പ്രവർത്തിക്കും. കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ ദിവസത്തിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഇടപെട്ട് ഇവരെ സഹായിക്കണമേ, ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക ശക്തികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.